Hi dear students, welcome back to Professional Business Skills. Professional Business Skillsന്റെ അഞ്ചാമത്തെ ചാപ്റ്റർ ദാറ്റ് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, ഏതെല്ലാം മീഡിയാസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏതെല്ലാം ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ലെവലിലാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ആണ് പറയുന്നത്, 3 ചാനൽസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്, SEO എന്ന് പറയും. അതായത് നമ്മളെല്ലാം ഗൂഗിളിലും അതുപോലെയുള്ള സെർച്ച് എഞ്ചിൻസിലൊക്കെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചും സർവീസുകളെ കുറിച്ചും നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. ആ സെർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനമെടുക്കാറ്. അപ്പോൾ അത്തരത്തിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് ആദ്യം വരുന്ന സൈറ്റുകളാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെ? സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് സെർച്ച് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് സെർച്ച് ചെയ്തിട്ട് ആ റിസൾട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന ആ ലിസ്റ്റിൽ നിന്നും ഫസ്റ്റ് വരുന്ന സൈറ്റുകളാണ് നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനെ ഫസ്റ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ചാനലാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഒപ്റ്റിമൈസിംഗ് ദി സ്ട്രക്ചർ, ഡിസൈൻ ആൻഡ് കണ്ടന്റ് ഓഫ് വെബ്സൈറ്റ് സോ ദ സെർച്ച് എഞ്ചിൻസ് ക്യാൻ ഇൻഡെക്സ് ദം ആക്യുറേറ്റ്ലി ആൻഡ് പൊസിഷൻ സൈറ്റ്സ് ഇൻ ദ ടോപ്പ് റിസൾട്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഡിസൈന്, അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഇത്തരത്തിൽ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് ചാനൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളെ, നമ്മുടെ വെബ്സൈറ്റിനെ നമുക്ക് കൂടുതലും നമ്മുടെ മാർക്കറ്റിലേക്കും നമ്മുടെ യൂസേഴ്സിലേക്കും അതുപോലെ തന്നെ വിസിറ്റേഴ്സിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ്റെ ഒരു 75% ആളുകളും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ ബ്രാൻഡിനെ അവിടെ ഡിസ്ക്ലോസ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ വെബ്സൈറ്റുകളിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒരു ചാനലായിട്ട് പറയുന്നത്. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസിംഗ് ആണ്. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ ആഡുകൾ നൽകുക, അഡ്വർടൈസ്മെൻറ്റ്സ് നൽകുക എന്നുള്ളതാണ്. അവിടെ ഓരോ ക്ലിക്കിനും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കമ്പനി പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ആഡിൽ എത്ര തവണ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ആളുകൾ, അത്രയും പേയ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്തിനാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവറി ബിസിനസ്. എല്ലാ ഓർഗനൈസേഷൻസിനും, എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിനും ഒരേപോലെയുള്ള ഓപ്പർച്യൂണിറ്റി നൽകാൻ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ചെറിയ ഓർഗനൈസേഷനൊന്നോ വലിയ ഓർഗനൈസേഷനോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് എല്ലാ ഓർഗനൈസേഷൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു നീഡായിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് വൈഡർ റീച്ച് ആണ്. നമ്മൾ സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനേക്കാൾ കൂടുതലായിട്ടും റീച്ച് കിട്ടുന്നതാണ്, ഒരു ഗ്ലോബൽ റീച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. വേൾഡ് വൈഡ് ഇൻ്റർ കണക്ഷൻ ആണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള റീച്ച് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻസും നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഈ കണ്ടന്റുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു നീഡായിട്ട് പറയുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് ഡിജിറ്റൽ കൺസ്യൂമർ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ 75% ആളുകളും എൻഗേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു വലിയ പെർസെൻറ്റേജ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ കൺസ്യൂമേഴ്സ് ആണ്. അവരെല്ലാം ഡിജിറ്റലി എക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഡിജിറ്റലി ലിറ്ററേറ്റ് ആണ്. അവരെല്ലാം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ പ്രൊഡക്റ്റുകൾ
പ്രൊഡക്റ്റുകളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ലൈക്ക് ഒരു മൊബൈലോ അല്ലെങ്കിൽ ടി വിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നത് ഇന്റർനെറ്റിലാണ്. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം, ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിക്ക് ആ ഒരു ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് ഒരു സ്പേസ് ഇല്ല എങ്കിൽ, നമ്മൾ അവിടെ ഇല്ല എങ്കിൽ നമ്മളെക്കുറിച്ച് ആ കസ്റ്റമേഴ്സിന് ഒരു ഐഡിയ കിട്ടില്ല, അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ദിവസവും തോറും ഡിജിറ്റൽ കൺസ്യൂമേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റലി അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനും ഇത്തരത്തിൽ നമ്മൾ ഡിജിറ്റലി അവൈലബിൾ ആയിരിക്കണം. ഇന്റർനെറ്റിലും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഒക്കെ നമ്മളും അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമ്മുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് കിട്ടുന്നു, അതായത് വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് ബ്രാൻഡ് ഇമേജുകൾ ഇതിലൂടെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലൂടെയും ഇമെയിൽ മാർക്കറ്റിംഗിലൂടെയും അതുപോലുള്ള ടെക്നിക്സുകളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് കൂടുതലായിട്ടും കസ്റ്റമറിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു നീഡായിട്ട് പറയുന്നത്. അപ്പം അത്തരത്തിൽ ഒരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നല്ലൊരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു നീഡായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്രീസ് റവന്യൂ, ഇത് പിന്നെ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ നമുക്ക് വലിയൊരു റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ, മോർ റീച്ചബിലിറ്റി എത്തിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കൂടുതലായിട്ടും കസ്റ്റമേഴ്സ് അട്രാക്റ്റീവ് ആയി കഴിഞ്ഞാൽ, നല്ലൊരു ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, കൂടുതൽ കസ്റ്റമേഴ്സിലേക്കും ഇൻഫർമേഷൻസ് എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഇതെല്ലാം നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂവും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് ഈസി ടു ട്രാക്ക് കസ്റ്റമർ ബിഹേവിയർ എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ, അവരുടെ ബൈയിങ് പാറ്റേൺസ്, അവരുടെ ടേസ്റ്റ്, അവരുടെ നീഡ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലൂടെയും ഇമെയിൽ മാർക്കറ്റിംഗിലൂടെയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലൂടെയൊക്കെ എന്താണ് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാനും അത് ഫോളോ അപ്പ് ചെയ്യാനും അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും ഒരു ഔട്ട്പുട്ട് അസസ് ചെയ്യാനും നമുക്ക് ഇത്തരത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ബ്രാൻഡ് ബിക്കംസ് മോർ ഇന്ററാക്റ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കുന്നുണ്ടെന്ന്. എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ബ്രാൻഡും നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലൂടെയും ഇന്റർനെറ്റ് മാർക്കറ്റിംഗിലൂടെയും ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസ്മെന്റിലൂടെയും ഒക്കെ നമുക്ക് കൺവേ ചെയ്യാൻ സാധിച്ചാൽ, നമ്മുടെ ബ്രാൻഡ് എന്താണ്, നമ്മുടെ ലോഗോ എന്താണ്, നമ്മുടെ മോട്ടോ എന്താണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ വാച്ച് ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് അവർ കാണുകയും അവരത് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ, പബ്ലിക്കിന്റെ ഇടയിൽ നമുക്ക് നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അവർക്ക് നമ്മളെ അറിയാൻ, അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ, നമ്മുടെ ലോഗോ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ഇത് ഇന്ന കമ്പനിയുടെ ലോഗോ ആണ്, ഈ കമ്പനി ഈ രീതിയിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാക്കാനും അവർക്കത് പെട്ടെന്ന് ഓർമ്മയിൽ വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ബ്രാൻഡ് ബിൽഡിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷനും കൺസ്യൂമറും തമ്മിലുള്ള ഒരു ഓവറോൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ, ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും ഇതിലൂടെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പോയിന്റ് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ലെസ് കോസ്റ്റ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ദ കോസ്റ്റ് എഫക്റ്റീവ് ഫോം ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ടെലിവിഷനും റേഡിയോയിലൂടെയും അതുപോലെ തന്നെ പ്രിന്റിലൂടെയും ഒക്കെ നൽകുന്നതിനേക്കാൾ ഏറ്റവും വളരെ മിനിമം കോസ്റ്റിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ മറ്റു ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മിനിമം കോസ്റ്റിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു നീഡായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകളെല്ലാം ലഭിക്കാൻ നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗിനേക്കാൾ ഏറ്റവും ബെനിഫിഷ്യൽ ആകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ രീതിയിലുള്ള ഒരുപാട് ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനിയും പറയുന്നത്.
അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇന്ററാക്റ്റീവ് ആണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസ്യൂമറും ഓർഗനൈസേഷനും തമ്മിൽ നല്ലൊരു ഇന്ററാക്ഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻസ് എത്തിക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലൊരു ഇന്ററാക്ഷൻ നടത്താൻ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് എനി ടൈം എനിവേർ, അല്ലെ, അതായത് ഏതൊരു സമയത്തും നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പറഞ്ഞ ഒരു ലാക്കാണ്, ഒരു പിന്നെ ലിമിറ്റേഷൻ ആയിരുന്നു അവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്യുക ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഏത് സമയം അവൈലബിൾ ആണ്, അല്ലെ, ഏത് സമയത്തും എവിടെ വെച്ചും നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരാൾക്കും എവിടെ ഇരുന്നുകൊണ്ടും പിന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂറും ഓപ്പൺ ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ റീച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അവിടെ ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ഒരു റീച്ച് നമുക്ക് കിട്ടുന്നു. നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചും നമ്മുടെ സർവീസുകളെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അത്തരത്തിൽ വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് പിന്നെ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പോഷർ എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ് എല്ലാം വളരെ ഈസി ആയിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൺസ്യൂമേഴ്സിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. അവർക്കും നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ത്രൂ വെബ്സൈറ്റും അതുപോലെ തന്നെ ത്രൂ ഇമെയിലും ഒക്കെ നമ്മൾ പിന്നെ സൗകര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയറിങ് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധ്യമാണ്. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് കോസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ട്രഡീഷണൽ മാർക്കറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം കോസ്റ്റിൽ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഷറബിലിറ്റി ആണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻസിന്റെ കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും അതുപോലെ തന്നെ അവരുടെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനും അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ടുകളെ അസസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ പിന്നെ ഒരു നമ്മുടെ പെർഫോമൻസിനെ മെഷർ ചെയ്യാനും കസ്റ്റമേഴ്സിനെ മെഷർ ചെയ്യാനും ടോട്ടൽ നമ്മുടെ അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഒക്കെ എത്രത്തോളം സക്സസ് ആണ്, എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളതെല്ലാം മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ അതുപോലെ സോഷ്യൽ മീഡിയയിലോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു ആഡ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രമാത്രം കസ്റ്റമേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്, അത് എത്രമാത്രം കസ്റ്റമേഴ്സ് പിന്നെ വാച്ച് ചെയ്തിട്ടുണ്ട്, അവർ എത്രമാത്രം കസ്റ്റമേഴ്സ് നമ്മളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മെഷറബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ബ്രാൻഡ് എൻഗേജ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മാർക്കറ്റിംഗിലെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് മൗത്ത് ആണ്. ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമറോട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മുടെ കമ്പനിയെ കുറിച്ച് നല്ല അഭിപ്രായം പറയൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുക, നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതൽ മാർക്കറ്റിലേക്കും കസ്റ്റമറിലേക്കും എത്തിക്കാനും ഒക്കെ ഇത്തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ വെബ്സൈറ്റുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് നല്ലൊരു വാല്യൂ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു. നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാനും ബ്രാൻഡ് എൻഗേജ് ചെയ്യിപ്പിക്കാനും, അതായത് നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആണ്, നമ്മുടെ ഓർഗനൈസേഷൻ അപ്ഡേറ്റഡ് ആണ്, ഓർഗനൈസേഷൻ കൃത്യമായിട്ട് പിന്നെ ക്വസ്റ്റ്യൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കാനും നമുക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കും. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ ഡിജിറ്റലി ലൈവ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് ഡെമോഗ്രഫിക് ടാർഗറ്റിംഗ് എന്നുള്ളതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് തന്നെയാണ്, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ആഡുകൾ നൽകാനും അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് നൽകാനും, ലൈക്ക് നമ്മുടെ പ്രൊഡക്റ്റ് 18 to 24 വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രൂപ്പിൽ വരുന്ന പിന്നെ കസ്റ്റമേഴ്സിലേക്ക് മാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനും അവർക്ക് മാത്രം പിന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത്. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് റിയൽ ടൈം റിസൾട്ട് ആണ്. റിയൽ ടൈം റിസൾട്ട് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. അതായത് സ്പോട്ടിൽ നമുക്ക് റിസൾട്ടുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, റെസ്പോൺസുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് കസ്റ്റമർ റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മുടെ ആഡുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഓഫറുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്രൊമോഷണൽ ടെക്നിക്കുകളുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സ് എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ലഭ്യമാകുന്നു. നമ്മൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും കസ്റ്റമേഴ്സും മാർക്കറ്റും റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഓർഗനൈസേഷൻ സ്മോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിഗ് ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ ഓർഗനൈസേഷൻസിനും ഒരേ സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ഒരേ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അതുകൊണ്ട്
അതുകൊണ്ട് അത്തരത്തിലൊരു കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന ലോങ് ടേം എക്സ്പോഷർ ആണ്. വൺസ് ദ വെബ്സൈറ്റ് വിസിബിലിറ്റി ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ് ഈസ് ഈസി ടു മെയിൻറ്റെയിൻ. അതായത് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ആ ഒരു വിസിബിലിറ്റി, നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ പേജുകളും അതുപോലെ അക്കൗണ്ട്സും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നല്ല രീതിയിൽ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് ലോങ് ടേം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന കാലത്തോളം ആ വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഒരു FB പേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന കാലത്തോളം അത് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒരു എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നു ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ്. എന്നാൽ നമുക്ക് ഒരിക്കലും ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഇത് ലഭിക്കുന്നില്ല. അല്ലെ, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരിക്കലും നമുക്ക് ഇത്ര ലോങ് ടേം കിട്ടില്ല. നമ്മളൊരു ഫ്ലെക്സ് ബോർഡ് അല്ലെങ്കിൽ ഒരു ബിൽ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അതിന്റെ കാലാവധി കഴിഞ്ഞു, അത് കേടുവന്ന് പോയേക്കാം. എന്നാൽ അതുപോലെയല്ല നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നും പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ആണ്. കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നു, അല്ലെങ്കിൽ അതിന്റെ റിവ്യൂ അവരിലേക്ക് ലഭിക്കുന്നു, അതിന്റെ കസ്റ്റമേഴ്സിന്റെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ കസ്റ്റമേഴ്സും ഉപയോഗിച്ചിട്ട് അവരുടെയൊക്കെ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കുന്നുണ്ട്. അല്ലെ, അപ്പൊ അത്തരത്തിൽ കസ്റ്റമേഴ്സിന് പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും കറക്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂവും കറക്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസും ഒക്കെ യൂസ്ഡ് ബയേഴ്സിൽ നിന്നും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് ക്യാച്ച് അറ്റൻഷൻ എന്നുള്ളതാണ്. ഈസിലി അട്രാക്ട് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യിപ്പിക്കാനും നമുക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ന്യൂസ് പേപ്പറിലൂടെയോ അല്ലെങ്കിൽ മാഗസിനിലൂടെയോ നൽകുന്ന അഡ്വർടൈസ്മെന്റിനേക്കാൾ കൂടുതലായിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗിലൂടെ സാധിക്കും. അല്ലെ, നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നൽകുന്നതിലൂടെ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ പോസ്റ്ററുകൾ നൽകുന്നതിലൂടെയൊക്കെ കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ടും അട്രാക്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അതിലൂടെ അവരെ അറ്റൻറ്റീവ് ആക്കാൻ, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ അവരെ കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഡിപ്പെൻഡൻസ് ഓഫ് ഇന്റർനെറ്റ്. അത് ഡിജിറ്റൽ ഡിവൈഡ് ഇവിടെ ഒരു പ്രശ്നമാണ്. ഡിജിറ്റൽ ഡിവൈഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഡിജിറ്റലി ഏബിൾഡ് ആയിട്ടുള്ള, ഡിജിറ്റലി ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഓർഗനൈസേഷൻസിന് മാത്രമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് ലഭിക്കുന്നത്, അതിന്റെ പിന്നെ ബെനിഫിറ്റുകൾ ലഭിക്കുന്നത്. ഒരിക്കലും ഡിജിറ്റലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഈ അഡ്വാൻറ്റേജസ് ഒന്നും അവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് ക്ലറ്ററിംഗ് എന്നുള്ളതാണ്. ക്ലറ്ററിംഗ് എന്നുള്ള ഈ ഒരു ഡിസഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു അലങ്കോലപ്പെടുത്തൽ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അലങ്കോലപ്പെടുത്തുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിസോർഡർ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ അഡ്വർടൈസ്മെന്റ്സുകൾ നൽകുന്നു, ആ അഡ്വർടൈസ്മെന്റ്സുകളെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. അതായത് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതിന് ഫീഡ്ബാക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്, അതിന് കമന്റുകൾ പറയാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അതിന് പിന്നെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ അതിൽ പിന്നെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്ലറ്ററിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ മറ്റൊന്ന് പറയുന്നത് ഹൈ കോമ്പറ്റീഷൻ ആണ്. അത് ചില ഓർഗനൈസേഷൻ, നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗനൈസേഷൻസിനും ഇത് ഉപയോഗിക്കാം എന്നുള്ളത്, നേരത്തെ പറഞ്ഞ ആ ഡിപ്പെൻഡൻസ് ഓൺ ഇന്റർനെറ്റ് എന്നുള്ള ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചില ഓർഗനൈസേഷൻസിന് എന്ത് ചെയ്യും, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. എന്നാൽ ചില ഓർഗനൈസേഷൻ ഇത്രത്തോളം ഫെസിലിറ്റീസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്, ഒരു കോമ്പറ്റീഷൻ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റമേഴ്സ് ലുക്സ് അറ്റ് അട്രാക്റ്റീവ് ഓപ്ഷൻസ് സച്ച് ആസ് ചീപ്പ് പ്രൈസ്, ബെറ്റർ ക്വാളിറ്റി എക്സെട്ര. അപ്പോൾ കസ്റ്റമേഴ്സ് സാധാരണഗതിയിൽ നോക്കുന്നത് എന്താണ്, ഏറ്റവും കുറഞ്ഞ പ്രൈസ് എവിടെയാണ്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി എവിടെയാണ്, ഇതൊക്കെയാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, അതിനെല്ലാം നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ, നമ്മുടെ പ്രൈസ് ഇതാണ്, നമ്മുടെ ക്വാളിറ്റി ഇന്നതാണ് എന്നുള്ളത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇത് എത്തിക്കുന്ന രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം, അതായത് അവൈലബിലിറ്റി ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ടെക്നോളജി, അത് ഒരു പ്രശ്നമായിട്ട് ഇവിടെ കോമ്പറ്റീഷൻ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഹൈ കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദെൻ മറ്റൊന്ന് പറയുന്നത് നെഗറ്റീവ് അപ്രോച്ച് എന്നുള്ളതാണ്. സം കസ്റ്റമേഴ്സ് ലാക്ക് ട്രസ്റ്റ് ഓൺലൈൻ ഡ്യൂ ടു ഫിയർ ഓഫ് ഫ്രോഡ് ആൻഡ് ഡിസോണസ്റ്റ് ബ്രാൻഡ്. അത് നമുക്ക് തന്നെ അറിയാം, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് പല കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്താനോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സിൽ അവർക്ക് വിശ്വാസമില്ല, അവർക്കത് പേടിയാണ്, അല്ലെങ്കിൽ ഫ്രോഡ് ആയിട്ട് ഇരിക്കുമോ അല്ലെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ബ്രാൻഡിൽ ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, ഓൺലൈൻ മാർക്കറ്റിംഗിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്ന ഹാം ഇമേജ്. നമ്മുടെ നല്ലൊരു ബ്രാൻഡ് ഇമേജ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ബ്രാൻഡ് ഇമേജിനെയൊക്കെ എന്താ പറയുക, ഹാംഫുൾ ആകുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഈ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, ചില ആളുകൾ എന്ത് ചെയ്യും, ഇത്തരത്തിൽ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് മോശമായിട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറീസും ഒക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രാൻഡ് ഇമേജിനെയൊക്കെ അത് തകർക്കാനുള്ള സാധ്യത ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ കൂടുതലായിട്ടും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഓൺലി. അല്ലെ, എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇത് സൂട്ടബിൾ അല്ല, ചില പ്രൊഡക്റ്റുകൾക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അല്ലെ, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾ, അല്ലെ, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇത്തരത്തിൽ ഡിജിറ്റൽ ചാനൽസ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിംഗ് നടത്താറില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ പ്രൊഡക്റ്റുകൾക്കും സൂട്ടബിൾ അല്ല. മറ്റൊന്ന് പറയുന്നത് നോട്ട് ഓൾവേസ് ടാർഗറ്റ് ടു പ്രോസ്പെക്റ്റീവ്. അതായത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ റിയൽ സെയിൽസ് വോളിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഒരുപക്ഷെ കസ്റ്റമേഴ്സ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നമ്മുടെ റിയൽ സെയിൽസ് വോളിയുമായിട്ട് ഒരുപക്ഷെ കണക്ഷൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതായത് കസ്റ്റമേഴ്സ് നമ്മുടെ ആഡുകളെ അവർ ഏറ്റെടുക്കുന്നുണ്ട്, നമ്മുടെ ബ്രാൻഡിനെ അവർ ഏറ്റെടുക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ അവർ എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അല്ലെ, അപ്പൊ റിയൽ സെയിൽസ് വോളിയം എന്ന് പറയുന്ന ഒരു ഡൗട്ട്ഫുൾ തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സക്സസ് ആണ് എന്നുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് സെയിൽസ് കൂടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.